കോഴിക്കോട് കൂരാച്ചുണ്ട് മേഖലയിൽ ഭൂനികുതി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. പ്രതിപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. ഓൺലൈനിൽ നികുതി സ്വീകരിച്ച് തണ്ടപ്പേർ ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് കർഷകർ വ്യക്തമാക്കി. കോഴിക്കോട് കൂരാച്ചുണ്ട് കാന്തലാട് വില്ലേജുകളിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കർഷകരാണ് ഭൂനികുതി അടക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായത്. വനംവകുപ്പിന്റെ എതിർപ്പാണ് നികുതി സ്വീകരിക്കുന്നതിന് തടസ്സമായത്. കൂരാച്ചുണ്ട് കാന്തലാട് വില്ലേജുകളിലെ 47 കർഷകരാണ് ദുരിതത്തിലായത്. ഓൺലൈനിൽ നികുതി സ്വീകരിക്കാത്തതിനാൽ പ്രദേശത്ത് ഭൂമി കൈമാറ്റവും വിൽപ്പനയും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ. ഇതോടെയാണ് കൂരാച്ചുണ്ട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കർഷകരായ കുര്യൻ ചെമ്പനാനി, ബേബി കാനാട്ട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാലവശാലും ഇതിന് മുന്നിലത്തെ അനുഭവം വെച്ചിട്ട് ലഭിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഓൺലൈൻ നികുതിച്ചിട്ട് കൈവശത്തിൽ എൻ്റെ കയ്യിൽ കൊണ്ടുതരികയും എനിക്ക് തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശം നൽകുകയും ചെയ്താൽ മാത്രമേ ഞാൻ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ കലക്ടറേറ്റ് യോഗം വിളിച്ചിരുന്നു. കലക്ടർ എത്രയും പേര് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നുണ്ട്. ഇന്ന് ഫോറസ്റ്റ് ഓഫീസറെയും അതേപോലെ റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ ഇന്നിവിടെ പരിശോധന നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. തീരുമാനമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ മാറുകയുള്ളൂ. പരാതിയെ തുടർന്ന് കർഷകരുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വനം വകുപ്പ് സർവേ ടീം പ്രശ്നബാധിത പ്രദേശങ്ങളിലെ അതിരുകൾ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കർഷകരുടെയും സംഘടനകളുടെയും നിലപാട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.